പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡൻ മൊത്തം താറുമാറായി. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. ഇപ്പം ഞാൻ ചെടിയെല്ലാം ഇങ്ങനെ അടുപ്പിച്ചെല്ലാം വെച്ചേക്കോട്ടെ, ഒരു ഓർഡറൊന്നും ഇല്ലാതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചേക്കുവാണ്. ഇനി ഒന്ന് സെറ്റ് ചെയ്യണം. 3-4 ദിവസമായിട്ട് ഗാർഡനിൽ ഒരു പരിപാടിക്കും ഇറങ്ങുന്നേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും വൈകുന്നേരം ഒന്ന് ഇറങ്ങാമെന്ന് വെച്ചു. വൈകുന്നേരം മാത്രമേ നമുക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റുള്ളൂ, കാരണം അറിയാമല്ലോ ഭയങ്കര വെയിലല്ലേ, ഈ മുറ്റത്ത് ഭയങ്കര വെയിലാണ്. വൈകുന്നേരം ഒരു 5 മണിയൊക്കെയാണ് നമുക്ക് വെയിലൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ ഒരു ഗ്രീൻമയ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയിലാണ്. നമ്മളൊരു ചട്ടിയിൽ മണി പ്ലാന്റ് ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ബുഷി ആയിക്കൊണ്ടിരിക്കുന്ന വേറൊരു ചട്ടിയിലും കൂടെ ചൈനീസ് ബോൾസ് നിന്നാട്ടോ. അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞിട്ട് കരുത്തില്ലാതെ നിൽക്കുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ ചുറ്റിനും ബാക്കി ഭാഗത്തൂടെ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു ഭാഗമാണ്, ഇവിടുത്തെ ചെടിയാണ് കംപ്ലീറ്റ് പോയത്. അതെല്ലാം ഒരിതും ഇല്ലാണ്ട് പോയി. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനും പറ്റില്ല. പിന്നെ ഇവിടെ വെച്ചിരുന്ന ചെടിയെല്ലാമാണ് ഞാൻ എടുത്തു മാറ്റിയത്. അവിടെ നമുക്കൊരു എന്താ പറയുന്നത്, ഒരു ഗ്രീൻ മയ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ്. എന്ത് ചെയ്യണേ എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആദ്യം വെച്ചതൊക്കെ മാറ്റിയപ്പോൾ തന്നെ പിന്നെ എനിക്ക് ഇനി എങ്ങനെ തുടങ്ങണമെന്നൊരു കൺഫ്യൂഷൻ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എന്താ പറയുന്നത്, ഈ മണി പ്ലാന്റും മൊത്തം അധികം പൂക്കാത്ത എപ്പിഷ്യയിൽ പൂവുണ്ടാകുന്നതാണ്. എന്നാലും അധികം അങ്ങനെ എപ്പോഴും പൂ കാണില്ലല്ലോ. അപ്പം ഇങ്ങനെ പച്ചപ്പോട് കൂടിയ അങ്ങനെ ഒരു ഇത് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ മണി പ്ലാന്റ്, എപ്പീഷ്യ, പിന്നെ ബോർഡർ ഗ്രാസ് അങ്ങനെ എല്ലാം വെച്ച് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് സെറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം ഇവിടെ നേരത്തെ നമ്മൾ ബൊഗെയിൻവില്ലയും ചെത്തിയും ഒക്കെയായിരുന്നു നിന്നിരുന്നത്. അതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് ഇപ്പോഴാട്ടോ തോന്നിയത്. നമ്മുടെ മുമ്പുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇവിടെ നമ്മൾ ബൊഗെയിൻവില്ലയൊക്കെ അല്ലായിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ അത് വെച്ചതിലും ഭംഗി എനിക്ക് ഇപ്പോഴാട്ടോ തോന്നിയത്. മുഴുവനൊരു പച്ച കളറിൽ ഒരേപോലെ ഉള്ള ഇതുപോലെ തോന്നി. പിന്നെ ഇവിടെയാണ് നമുക്ക് ചെടിയൊന്നും മണ്ണിൽ കുഴിച്ച് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതെല്ലാം അങ്ങനെ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബൊഗെയിൻവില്ലയും ചെത്തിയും അങ്ങനെയുള്ള ചെടിയൊക്കെ അവിടെ വെച്ചു. കാരണം അവിടെ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ ആണെങ്കിലും റോസയൊക്കെ കഴിഞ്ഞതോടുകൂടി ഇവിടുത്തെ ഭംഗിയൊക്കെ പോയി. പിന്നെ ബോർഡർ ഗ്രാസ് മാറ്റിയപ്പോൾ തന്നെ അവിടുത്തെ ആ ഒരു ഭംഗിയൊക്കെ അങ്ങ് കുറഞ്ഞു കേട്ടോ. ഇനി റോസയിലൊക്കെ തളർത്തിട്ടുണ്ട്. പൂവൊക്കെ ആയി വരുമ്പോഴത്തേന് ബാക്കിയും കൂടെ ഭംഗി വരുമെന്ന് കരുതുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കുഞ്ഞി ഗാർഡൻ വിശേഷങ്ങൾ. പിന്നെന്താ, നമ്മളുടെ കുഞ്ഞി കൃഷിയും കാര്യങ്ങളുമൊക്കെ എല്ലാം നന്നായിട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പം എന്താ പറയുന്നത്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.